നമ്മളുടെ വിചാരം എന്താണ്, തിയേറ്ററിൽ പോയി വിസിലടിച്ച് അങ്ങനത്തെ സിനിമകളാണല്ലോ പോപ്പുലർ ആവുന്നത്. എനിക്കും അത്രയും അറിയണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന് ഞാൻ ആ ഒരു സർക്കിളിൽ പെട്ട് അങ്ങനത്തെ സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഹൗ ഡിഡ് യു ആക്ച്വലി ലാൻഡ് അപ്പ് അങ്ങനത്തെ സിനിമകളിൽ, ഈ സോക്കോൾഡ് അങ്ങനത്തെ സിനിമകളിൽ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ വായനശാലയായിട്ടുള്ള ഒരു കണക്ഷനും വായിച്ച പുസ്തകങ്ങളും കാരണം ഞാൻ ചൂസ് ചെയ്യുന്ന സിനിമകൾ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇവൻ മേഘരൂപനാണെങ്കിലും അതിന്റെ ഒരു ടീം നോക്കിയാൽ അറിയാലോ, ബാലേട്ടൻ, രാജീവ് രവി, പ്രകാശ് മൂർത്തി, വിനോദ് സുകുമാരൻ. അപ്പം ആ ഒരു ഗ്യാങ് എന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അകം ചെയ്യുന്നു, ശാലിനി ഉഷ നായർ, ഗീതു മോഹൻദാസ്, പിന്നെ എല്ലാം ഞാൻ ചെയ്യുന്നു, എല്ലാം ചായല്യം ചെയ്യുന്നു, മനോജ് ഖാന, പത്മിനിയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ സിനിമ പഠിച്ചതും സിനിമയെ മനസ്സിലാക്കിയതും. അപ്പൊ അതിന്റെയൊക്കെ കാണുമായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചെറുപ്പത്തിൽ വായിച്ച പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ് ആണ്. അതുകൊണ്ട് ഞാൻ കഥ ചൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ഗ്രൂപ്പിൽ പെട്ടതാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ട്രാപ്പ് എന്ന് പറയാൻ ഇഷ്ടമല്ല, പക്ഷെ ജനറലി ആളുകൾ അങ്ങനെയാണ് എന്നോട് പറയുന്നത്. മലയാള സിനിമയിൽ എന്തെങ്കിലും ഇപ്പം വരാനുണ്ടോ? ഇല്ല, സത്യത്തിൽ ഞാൻ ഇപ്പൊ ഒരെണ്ണം ലേക്ക് എന്ന് പറഞ്ഞിട്ട് എം.എ. നിഷാദക്കയുടെ ഒരു പടം ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ഇപ്പം അങ്ങനെ നല്ല, എനിക്ക് തമിഴിൽ നിന്നാണ് ഇപ്പൊ നല്ല കോൾസ് വരുന്നത്. മലയാളത്തിൽ നിന്ന് വളരെ കുറവ്. എനിക്കറിയില്ല, ഇനി എന്റെ സിനിമ മാറിയത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണോന്നും എനിക്കറിയില്ല. പക്ഷെ ഹാപ്പിയാണ് ഞാൻ തമിഴിലെ വർക്കുകളും അവിടുത്തെ ക്യാരക്ടേഴ്സും വെച്ചിട്ട്. അതുകൊണ്ട് ഇപ്പം അവിടെയാണ് കൂടുതലും. ഇവിടെ എന്നെ മറന്നു തോന്നുന്നു ആൾക്കാര്.